ഞാൻ ഇനി പറയുന്ന 6 ദിവസം നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഹായ്, ഐ എം ഡോക്ടർ ലുത്ഫിയ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പത്ത് അറ്റ് ഡോക്ടർ അമ്മാസ് ഹോമിയോപ്പതി ക്ലിനിക്, പയ്യാനിക്കൽ. അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അണ്ഡോൽപാദനം അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന അണ്ഡത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 24 മണിക്കൂർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൈക്കിളിൻ്റെ ലെങ്ത് 28 ദിവസമാണെങ്കിൽ അതിൻ്റെ 14-ാമത്തെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടാവുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 14-ാമത്തെ ദിവസത്തിൻ്റെ 5 ദിവസം മുമ്പും ആ 14-ാമത്തെ ദിവസവും കൂട്ടിയിട്ടുള്ള 6 ദിവസമാണ് നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഫെർട്ടിലിറ്റി വിൻഡോ എന്നാണ് പറയുന്നത്. ഇത് എല്ലാ സ്ത്രീകളിലും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫെർട്ടിലിറ്റി വിൻഡോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ അണ്ഡത്തിൻ്റെ ലൈഫ് സ്പാൻ പറഞ്ഞതുപോലെ ഓരോ ബീജത്തിൻ്റെയും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 4 തൊട്ട് 5 ദിവസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അണ്ഡവും ബീജവും തമ്മിൽ ഫ്യൂസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. ഇനി നിങ്ങളുടെ സൈക്കിളിൻ്റെ ലെങ്ത് 28 ദിവസത്തിൽ കൂടുതലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ ഡേ അതുപോലെ ഫെർട്ടിലിറ്റി വിൻഡോ അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം.